ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പറമ്പിൽ പൊന്നാങ്കണ്ണി ചീര നട്ടിട്ടുണ്ടായിരുന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം വിളവായിട്ടുണ്ട്. അപ്പോൾ അത് പറിക്കാനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കറി പൊന്നാങ്കണ്ണി ചീര കൊണ്ട് തന്നെ ആയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും ഇക്കയും കൂടെ വന്നിട്ട് ഇതൊക്കെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഈ പൊന്നാങ്കണ്ണി ചീര. നമുക്ക് അയൺ, കാൽസ്യം, വൈറ്റമിൻ എ, ബി, സി, ഫോസ്ഫറസ്, കാൽസ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണേലും ഇത് നല്ലൊരു ഗുണങ്ങളുള്ള ഒരു ചീര ആയതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ വീട്ടുവളപ്പിൽ ഇത് വെച്ച് പിടിപ്പിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഇത് കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഓൺലൈനായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാഴ്ചശക്തിക്കൊക്കെ ഒരുപാട് നല്ലതാണ്, കാഴ്ച വർദ്ധിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചീരയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് വെച്ച് പിടിപ്പിക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആകെ 2 ചാക്കിലാണ് വെച്ചിട്ടുള്ളത്. അത് നന്നായി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് പറിച്ച് നടുകയാണെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ നുള്ളി കൊടുത്ത ശേഷം നമുക്കൊരു 3-4 ദിവസം ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലോണം വേരെല്ലാം പിടിച്ച് കിട്ടും കേട്ടോ. എന്നിട്ട് നിങ്ങൾ നട്ടു കൊടുക്കുകയാണെങ്കിൽ നല്ല കരുത്തോടെ തന്നെ ഈ ചീരയെല്ലാം വളരും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് നട്ട് പിടിപ്പിച്ചത്. ചാക്കിൽ തന്നെ വേണമെന്നൊന്നുമില്ല, മണ്ണിലാണെങ്കിലും നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിതിനൊക്കെ കൊടുക്കുന്ന വെള്ളം ഉള്ളിൻ്റെ വെള്ളമാണ്. വെള്ളത്തിൽ ഉള്ളിത്തോലൊക്കെ ഇട്ട് വെച്ചിട്ട് 2 ആഴ്ച വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എല്ലാവിടെയും നനച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് പയറും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുമ്പാണ് പറിച്ചത്, അതുകൊണ്ട് തന്നെ വലുതായിട്ടൊന്നും പയറൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചീര പറിക്കാനായിട്ട് വന്നപ്പോൾ കണ്ട പയറും വെണ്ടയെല്ലാം പറിച്ചതാണ് കേട്ടോ. ഓക്കെ ബായ്.